ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ഇന്ന് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോകുന്ന കുറച്ച് സ്പോട്ടിലേക്കാണ് പോകുന്നത് അല്ലേ? ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ട്. അപ്പൊ അതിലേക്ക് പോവാം. അവിടെ ഇവിടെ അത്തോ, അതാണ് വെറൈറ്റി അത്തോ. വാഴയില്ല, എന്തൊരു വാഴ, ഇതാണ് വാഴയില. കീറിപ്പോയി, പക്ഷെ വാഴയില. ഹാപ്പി ഓണോ. ആ ഒരു കിടുക്കാച്ചി അത്തം, ഇവിടെ അത്തം അവിടെ അത്തം, രണ്ട് അത്തം ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അത്തമൊക്കെ കണ്ടു ഇങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നേരെ പോവാം. അങ്ങനെ നമ്മളെ സിനിമാമൻ വണ്ടി ഓട്ടിക്കുന്നു. ഏത് ബസ്? ഇതല്ലേ? ഇതാണ് നമ്മളെ ബസ്. അപ്പുറത്ത് വലിച്ചോണ്ടോ ക്രെയിനും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്പോട്ട് അവിടെ അതേത് സ്പോട്ട്? ഫസ്റ്റ് സ്പോട്ട് അമ്പലം ശുഭം. അമ്പലം ശുഭം. നമുക്ക് അത്തം കാണുക. ഉണ്ണിയുടെ വീട്ടിൽ അത്തം. എന്റെ മോനെ കിടക്കാച്ചി അത്തം. അത് തന്നെ കിടക്കല്ലേ. ആ മാമ ഹാപ്പി ആണോ? അത്തൊക്കെ ഇട്ടല്ല ആര്? ഇതെന്താ ഉപ്പാ മാമ? ഉപ്പല്ലല്ലോ, കളറ് അരിപൊടിയാ. കൊള്ളാം. ഹാപ്പി ആണോ ആന്റി? ഹാപ്പി ആണോ? അക്കച്ചിമോട് രാവിലെ ഇറക്കിയോ? ബ്ലോക്ക് അല്ലേ? കുറച്ച് പരിപാടി കിടക്കുകയാണ്. അങ്ങനെ അമ്പലം എത്താറായി ഗൈസ്. അമ്പലം താഴെന്ന് വരും, താഴെന്ന് വന്ന് അത് കൂവളമാണോ? കോവളമല്ല, കൂവളം. അപ്പം നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ്? അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് സൂര്യാന്തി പടത്തിലാണ്. അത് നമ്മുടെ കഴക്കൂട്ടം മേനംകുളം ആ ഒരു ഭാഗത്ത് എവിടെ നിന്നാണ് അറിഞ്ഞത്. സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പുറകുവശത്തെ കണ്ടാണ്. അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ തോവാളം എന്നാണ് പറയണത്. അച്ചാറ് എന്തിനാടാ? അച്ചാർ എന്തിനാടാ? ഏതച്ചാറ്? വീട്ടില് നാരങ്ങ ഇഞ്ചി മാങ്ങയാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. നമ്മൾ അതെടുക്കാൻ പോവുകയാണ്. പിക്കിളൊക്കെ തൊട്ട് നക്കണ്ടേ ഉച്ചക്ക്. ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് സൂര്യാന്തി പടത്തിലാണ്. ആരവം പുഷ്പ കാർഷിക മേള. 40 ചിൽഡ്രൻസ്. ഇത് 20 രൂപ ടിക്കറ്റ് അല്ലടാ? 20 രൂപ അല്ല, 40 ചിൽഡ്രൻസ്. 20 വലിയവർക്ക് ചിൽഡ്രൻസ്. കാരണം ചിൽഡ്രൻ അതെന്താടാ? ചീരയുടെ കൊള്ളാല്ലേ? ശരി, കേടാ ജമന്തി തോട്ടം. എട് കേടാ, നീ അവിടെ ഒരു കിടന്ന് തറ കയറും. പൂന്തോട്ടത്തിന്റെ ഇടയിൽ കീരി ഇറങ്ങി. കീരിയല്ലടാ, പാമ്പാ. നീർക്കോലി. പക്ഷെ അങ്ങനെ അതിശയിക്കല്ലേ പാലപ്പൂവേ.
എങ്ങനെയുണ്ടടാ? പൊളിയല്ലേ? നമുക്ക് ഇതിനകത്തോട്ട് കേറിയല്ല? വാ 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 കേറി മെതിയാ. നല്ല മുട്ടങ്ങാട്ട് സൂര്യകാന്തി മുതുക്ക് 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 മുതുക്കായി. ഇതാണ് നമ്മുടെ പോറ്റി. നമ്മുടെ എല്ലാ പൂജകളും കാര്യങ്ങളും ഗണപതി ഹോമം തറയിടല് എല്ലാ കാര്യങ്ങൾക്കും പോറ്റിയായി വിളിക്കാം. എന്ത് പറയാൻ തറയിടല എന്ത് കാര്യം ഉണ്ടെങ്കിലും പോറ്റിയെ ഭാഗമായി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. പിന്നെ പെണ്ണ് പോയവർക്ക് പെണ്ണ് തിരിച്ചു വരാനും പെണ്ണ് വരാത്തവർക്ക് പെണ്ണ് തിരിച്ചു വരാനും എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു പൂജയും കാര്യങ്ങളും എല്ലാം പോറ്റി ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് എന്ന് പറയുന്നത് 30,000 രൂപ സ്റ്റാർട്ടിങ് ആണ്. ഈ എന്താ പറയാ ഹോമം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഗണപതി ഹോമം എന്തൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. പമ്പ പോറ്റിയാണ്. ഊട്ടിയിലോ കൊടൈക്കനാലിലോ കൊണ്ട് കളയാനുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ മഴയിൽ വെയിലില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു വെയിൽ എന്ത് സൂര്യാന്തി ആയിട്ട് വെയിൽ വേണം എന്ന് പറഞ്ഞു. നോക്കിയാൽ വെയിൽ വന്നു. ഒരു ചോദ്യം, നീ ആരാണ്? എനിക്ക് എന്താണ് പ്രശസ്തി എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വീട്ടിലുള്ളവരെ കൊണ്ട് കളയാൻ വേണമെങ്കിൽ ഇവനെ വിളിച്ചാൽ ഇവൻ കൊണ്ട് കളഞ്ഞു തരും. എന്നിട്ട് പറയും ഡ്യൂട്ടി. കുട്ടിച്ചതലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പേരില്ല, പേരില്ലാത്തൊരു പെൺകുട്ടി. ഇതിന്റെ ഫോട്ടോ എടുക്കാൻ എന്താണ് അത്? ആ പൂവിന്റെ കനം നോക്കി. എന്തോന്നു പൂവിന്റെ കനം നോക്കി പറ്റി. മുതുക്ക് അടുത്ത മുതുക്ക് അടിപൊളി പോട്ടാ. അത് മുതുക്ക് പക്ഷെ വാടി പൈപ്പ് അവിടെ ഇറിഗേഷന് വേണ്ടിയുള്ള ഒരു പൈപ്പാണ്. ഇത് ഇറിഗേഷന് വേണ്ടിയുള്ള ഇതിന് വേണ്ടി സൺഫ്ലവറിന് സൺ ഓയിലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പിന്നെ വേറെ കുറെ എന്തൊക്കെയുണ്ട്. സൺ ഓയില്, സൺഫ്ലവർ ഓയിൽ. അത് അവര് ഇവിടെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. കുറെ എപ്പോഴും വെള്ളം ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അവര് പൈപ്പ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെറ്റ് തന്നെ അല്ലേ? ഇതിൽ കൊരുത്ത് വീഴുമെന്തോ. കണ്ടം വയല കാണണ്ടേ? കണ്ട കാണണ്ടാടാ. കണ്ടശിനു കണ്ടം കഴിവറിശിനു എടുത്തത് സീന് വലിയ പോട്ടോ. മുതുക്ക് നിന്റെ മോന്തരത്ര വയൽ കാണുക. വയൽ 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 വയലില് നെല്ലൊന്നുമില്ല, എന്നാലും കിടില. കണ്ടടാ വയലുണ്ടടാ. ഇവിടെ സൂര്യകാന്തി വയൽ ഒരുമിച്ച് എവിടെ നീ കണ്ടിട്ടുണ്ട്? പപ്പായ അത് പപ്പായ വാഴയുണ്ട്. വാഴ മുഴുത്ത കപ്പ. അണ്ണാമ്പഴോ? ഇവിടെ ഒരു വാഴ മീൻ പിടിക്കാൻ കയറും. അടേ ഈ വെള്ളത്തിൽ മീനുണ്ടാളിയാ? അതുകൊണ്ട് ഒരു മീന് ഇവിടെ വരാലടാ. വരാല് ആഞ്ഞ് ചവിട്ട. ആഞ്ഞ് ചവിട്ടറാ. ആഞ്ഞ് ചവിട്ടു മോനെ. അതാണ് സിനുവിന് കറണ്ട് കിട്ടും. അതായത് സംഭവം പണ്ട് പാടങ്ങളില് ഇങ്ങനെ വെള്ളം പോലെ ചെറിയ കുഴിവി കാണാം, ഊറ്റാണ്. അത് പയ്യെ ഇതിനെ കാലുകൊണ്ട് അടിച്ചടിച്ചടിച്ച് വയലിലോട്ട് ഇറക്കി വിട്ടു. വെള്ളം അങ്ങോട്ട് വയലിലോട്ട് ഇറക്കും. അടിപൊളിയായിരുന്നു. പഴയകാലം എന്ന് പറയാൻ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയകാല ഡെവലപ്മെന്റ്, അതായത് പഴയകാലത്തെ ഒരു നമ്മൾ ജനിച്ച സമയത്തൊന്നും ഇങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ജനിച്ചത് ആദ്യമായിട്ടുള്ള മോട്ടറാണ് കണ്ടത്. മോട്ടർ ഞാൻ കണ്ടില്ല. ശരിയാണ്, 2010 ജനിച്ചവന്മാരൊക്കെ ഇതൊക്കെ കാണുള്ളൂ. ഇത് ചോളമാണ്. ഇതാണ് ചോളാണ്ട് കണ്ട ചോളം നിൽക്കണുണ്ടോ? പൂവും വേറെ ഏതിന്റെങ്കിലും പൂവും കൂടെ വെച്ച് ഇങ്ങനെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ചോളം വരുമെന്നാണ് ഇൻസ്റ്റയിൽ ഞാൻ റീലുണ്ട് ചേച്ചി പറഞ്ഞത്. ഡിഫറെന്റ് ചോളം. ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയല്ലേ. ഫോട്ടോ എടുക്കുകയാണ്, എന്തെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ
ഇങ്ങോട്ട് വരിക. പ്രിഫർ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ ഇവിടെ ഫോട്ടോ എടുക്കാൻ. പക്ഷേ ഈ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും ഉച്ചയ്ക്കൊന്നും പറഞ്ഞല്ലേ? ഉച്ചയ്ക്കൊന്നും വരരുത്. വരണമെങ്കിൽ ഒരു 3:30 മണി കഴിയുമ്പോഴത്തേക്കും വരണം. ഇല്ലെങ്കിൽ ടാൻ അടിച്ച് കയ്യും കാലും മുഖമൊക്കെ കറുത്തു. പിന്നെ നമുക്ക് പിന്നെ കറക്കാൻ പിന്നെ ഇനി ഒന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഒരു വെളുത്ത് തുടുത്തവരൊക്കെ വരണമെങ്കിൽ 3:30-4 മണിക്കായിട്ട് വരണം. ഇല്ലെങ്കിൽ ടാൻ അടിച്ച് ഊപ്പാടും വന്ന് പതപ്പാടും വന്ന് വെള്ളവും കിട്ടാതെ വേണ്ടി വരും. പിന്നെ ഇവിടെ അകത്ത് കടയൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനും. അത്യാവശ്യം സ്റ്റോളൊക്കെ ഉണ്ടല്ലേ? വെള്ളം കുടിക്കാനും വെള്ളം കുടിക്കാൻ പോകാനും ഒക്കെ സ്റ്റോളുണ്ട്. പിന്നെ അകത്ത് കയറിയ ഒരു തമിഴ്നാട് ഫീലാണ്. ചോളത്തിൻ്റെതുണ്ട്, പിന്നെ സൂര്യകാന്തി ഉണ്ട്, പിന്നെ കേന്തിയിലൊക്കെ കൃഷി നടപ്പുണ്ട്. കേന്തി പൂ. ഇത് അത് കേന്തി, ഇത് ജമന്തിയാണ്. ഇത് ജമന്തി കൊള്ളാം. എല്ലാം കൊണ്ട് നല്ലൊരു കാഴ്ചയാണ്. പിന്നെ കോഴിപ്പൂ ഉണ്ട് കോഴിപ്പൂണ്ട്, പിന്നെ വാടാമുല്ലയുണ്ട്, പിന്നെ ചീര കൃഷിയുണ്ട്. തണിമത്തനുണ്ട് കേട്ടോ. വാട്ടർമെലൻ നിങ്ങൾ കാണിച്ചു തരാം. സെറ്റ് കേട്ടോ. വിളഞ്ഞ് കിടപ്പുണ്ട് വാട്ടർമെലൻ ഇഷ്ടം പോലെ വാട്ടർമെലൻ, ചോളം എല്ലാം. ഒറിജിനൽ ആണോ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ഈ ചൂടിനും ഇതിനും മണ്ണിന് കൃഷി പറ്റത്തില്ല. ഇതിന്റെ കൃഷി ഒന്നും പറ്റത്തില്ല. അവര് ചെയ്തെടുത്തല്ലേ ഈ മണ്ണില്. നമുക്ക് ഏത് മണ്ണിലും പോറ്റി പറയുന്ന വെച്ചാൽ ഹോമം ചെയ്ത് വിളയിക്കാം. അത് ഹോമം ചെയ്ത് പോറ്റി മഴ പെയ്യിക്കാറുണ്ട്. ഇവിടെ വന്നപ്പം ഇവിടെ വലിയ വെയിലില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കണ്ട് ഉടനെ തന്നെ വെയിലായി. ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോറ്റുണ്ടാക്കി. നിങ്ങൾ വിഷമിക്കണ്ട. ഓണമല്ല, തിരുവോണം സമ്മാനിച്ച് രാവിലെ ഏതോ പെപ്സിയിലെ കൊക്കക്കോളയിലെ കുപ്പി എടുത്ത് മണപ്പിച്ച് അപ്പം കൊണ്ട് തുടങ്ങിയാണ് ഫിറ്റ് ആവാൻ. പെപ്സി കൊക്കക്കോള ഇല്ല. പോറ്റി നിങ്ങൾ വന്നാൽ മനസ്സിലാവും. ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നല്ല തണലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല വെയിലാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ കണ്ട വേർത്തൊളിച്ച് എല്ലാം നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പോറ്റി അവസ്ഥ, ഈ പോറ്റി ഇവിടെ തള്ളി വീണെന്നാണ് ആൾക്കാർ നമ്മൾ പറഞ്ഞത്. പോറ്റി ഇരിക്കുന്ന കണ്ട് പിന്നീട് വെയിലായി. ഫാർമർ സംഭവം ഇവിടെ ഇതിലാണ് വെള്ളരി, വെണ്ട, ക്യാരറ്റ്, പിന്നെ ഷിനു, കിഴങ്ങ്. നമ്മൾ കിഴങ്ങ് തന്നെ. പോറ്റി അത്ര മഴ പെയ്ത് ഒരു പിന്നെ ഇവിടെ മത്തമുണ്ട്. മത്തം പിന്നെ ഇത് കുത്തിയ പിന്നെ മുളയ്ക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മുളപ്പിക്കും. കുഞ്ഞാലട അല്ലേ ബാക്കിയൊക്കെ കട എല്ലായിടത്തും പൈപ്പാണ്. പൈപ്പില്ലാത്ത സ്ഥലം ഫുള്ള് ഊഞ്ഞാലല്ലേ. വേറെ ലെവല്. ശരിയാണ്. ഫുള്ള് ഊഞ്ഞാല്. ഊഞ്ഞാലാടി ഉല്ലസിക്കാനും നിങ്ങൾക്ക് ഇവിടെ പറ്റും. പൊളിയാണ്. ഇന്ന് സ്വന്തമായി ഊഞ്ഞാലാടി എന്തൊക്കെയോ പറയുന്നു. മുണ്ട് പറന്നു പോയാൽ നിങ്ങൾ കണ്ണടച്ചോണം, അല്ലെങ്കിൽ പേടിക്കും. കാല് നൂത്ത് വേടാ. വിമാനം പോലെ തെറിച്ചു പോകുന്നതാണ്. മറ്റേ സിനിമ കണ്ടില്ല, തെറിച്ചു മുണ്ടൊക്കെ സെറ്റായ കളി. സരിഞ്ഞടാ പൊട്ടിയടാ ലാസ്റ്റ് ഊഞ്ഞാലാട്ടം ഓനെ പൊളി ഊഞ്ഞാല്. ക്യാമറ ഉണ്ടെങ്കിൽ മാറ്റി പിടിച്ചോ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഫ്ലാപ്പ്. പൊട്ടുപണിയാ. ഏട്ടൻ മോനെ നോക്കി വെച്ചിട്ടുണ്ട് മോനെ. പതുക്കാട്ടെ മോനെ പതുക്കാട്ട് മോനെ. വേണ്ട മോനെ. വിളഞ്ഞു തന്നെ ഇവിടെ ചോളം ആയില്ലല്ലേ? വിളഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ഇടയ്ക്കൊക്കെ കംപ്ലീറ്റും നമ്മളെ തണ്ണിമത്തനാണ് നിൽക്കുന്നത്. വാട്ടർമെലൺ, പിന്നെ ചോളമുണ്ട്, കുമ്പളം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഇടയ്ക്കിടയ്ക്കാണ്. അതിന്റെ ഇവിടെ പടവലമുള്ളൊരു സ്പേസ് ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് വൈകുന്നേരം വർഷങ്ങൾ നമ്മളെ വീട്ടിലൊന്നും ഇപ്പോൾ കിട്ടാൻ സൗകര്യമില്ല. ഈ ഊഞ്ഞാലെന്ന് പറഞ്ഞ സംഭവം ഇവിടെ കുറച്ച് പേര് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും എൻജോയ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ നല്ല അടിപൊളി ചില്ലിയാനുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ടൈം ഓക്കെ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നല്ല വെയിലാണ്.
പിന്നെ വൈകുന്നേരം ടൈമിലൊക്കെയാണ്, രാവിലെ വൈകുന്നേരം ടൈമൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നൊരു ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, വെയിലാണ്. അത്യാവശ്യം കുറേ പൂക്കൾ ഇവിടെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഒഴിവാനും മറയ്ക്കാനും പിന്നെ അതുപോലെ നികത്താനും പിന്നെ എല്ലാത്തിനും എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം മിക്ക, അതായത് നമ്മളെ പിക്കാസ് കുടൽ എങ്ങനെ സംഭവിച്ചില്ല, അപ്പൊ എല്ലാ ഹൈടെക് സംഭവങ്ങൾ ഹൈഡ്രോളിക് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഓക്കെയാണ്. നല്ല ഇവിടെ നമ്മൾ നോക്കാം, അവിടെ കിട്ടിയ അവാർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അവാർഡ് ഇതാണ്, അവാർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇവിടെ എങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയാണ്, ഇവിടെ ഇന്ന് എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? ഇന്നിപ്പം തിരുവോണമായിട്ട് ഇപ്പൊ ആള് കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം നല്ല ആളാണല്ലേ? ഉച്ചയ്ക്ക് ശേഷമാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ രാവിലെ അത്യാവശ്യം ആള്. ഇവിടെ എത്ര പേരുണ്ട്? ഇത് 15 പേരുണ്ട്. രാവിലെ എത്ര മണിക്ക് ഓപ്പൺ? രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി. രാവിലെ വൈകുന്നേരം ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല. സാവിയോ. എവിടെയാണ് സ്ഥലം? തുമ്പയാണല്ലേ? ഇവിടെ ഉള്ള ഇന്ന് തിരുവോണമായിട്ട് പിന്നെ വേറെ ഫുഡ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെയാണ്? ഇല്ല വീട്ടിൽ പോയാണ്. ഇവിടെ എന്തോ ഒരു അവാർഡ് കിട്ടിയ അത് ആരാണ്? സുജിത് സാർ. സുജിത് സാർ, ആ പുള്ളിയാണ് ഇതെല്ലാം. സാറിന്റെ ഫാമാണ്. സാറിന്റെ ഫാമാണല്ലേ? ഈ കോളേജ് സ്റ്റുഡന്റ് ആണോ? ഇല്ല പാർട്ട് ടൈം അടിച്ചത്. പാർട്ട് എങ്ങനെയാണ് നിങ്ങൾ കോളേജ് ആളെ വിളിച്ച് പുറത്തുനിന്ന് വിളിച്ച്? ഇല്ല, വന്ന് ചോദിച്ചു വാക്കൻസി ഉണ്ട്. അങ്ങനെയാണല്ലേ? ഇതിപ്പം നിങ്ങൾക്ക് ഇത് തീരുന്നതേ ഉള്ളൂ? തീരുന്നേരം. അപ്പൊ ഓക്കെ, താങ്ക് യു. എന്റെ ജോലി കഴിഞ്ഞു, വെള്ളം കൂടി. അപ്പോ നമ്മൾ ഇവിടെ വന്ന് ഫുള്ള് കറങ്ങി, ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് നമ്മുടെ സിനിമോൻ പറയും. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്, അടിപൊളിയാണ്. സൂര്യാന്തി ഉണ്ട്, പടവലമുണ്ട്, പാവയ്ക്കുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. പിന്നെ തണ്ണിമത്തമുണ്ട്, പിന്നെ ചോളമുണ്ട്, പിന്നെ നമ്മളെ എന്താ പറയാ, അങ്ങനെ നമ്മളെ തെങ്ങിൽ തന്നെ ഇവിടെ ഏകദേശം കുറെയൊക്കെ തരം തെങ്ങ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പം കാണാൻ പറ്റാത്ത സംഭവമാണ് തെങ്ങ്. പക്ഷെ ഈ തെങ്ങൊക്കെ പണ്ടൊക്കെ നട്ട് വെപ്പിച്ചിരിക്കും. പക്ഷെ ഇന്ന് ഒരു വൈബുണ്ട് ഓണത്തിന് ഒന്ന് കാണാൻ വേണ്ടി. പക്ഷെ തണ്ണീർമത്തം സംഭവം വേറെ ഒന്നുമില്ല. തണ്ണീർമത്തം ഇവിടെ ഇങ്ങനെ ആരും കൃഷി ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ചെറുതാണ്, ചെറുതായാലേ വലുതാവുള്ളൂ. അതാണ് വേറെ സംഭവം. കേട്ടില്ല? ചെറുതായാലേ വലുതാവുള്ളൂ, അതാണ് പോളിസി. അത് നമ്മള് ഇതിനെക്കാളും നമുക്ക് കാണാനുള്ള നമ്മളെ കൂടെ വന്ന ഒരാള് കാമുക വിളിക്കുന്നത്, അതാണ് ഇവിടെ കാണാൻ പറ്റുന്ന ദൃശ്യം. നമ്മൾ ആദ്യം മുതൽ ഈ ഊഞ്ഞാലാട്ടുന്ന ടൈമിലും ഈ കാമുക വിളിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് ഞങ്ങൾ എത്രയൊക്കെ നമ്മൾ എൻജോയ് ചെയ്താലും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു പയ്യൻ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു പയ്യൻ. അത് എന്ത് ഫലം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഫലം നല്ലതാണ്, ബലമൊക്കെ ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് സൂര്യകാന്തി തോട്ടത്തിൽ നമ്മൾ ഇറങ്ങി പുറത്തിറങ്ങി. അടിപൊളി വിഷ്വൽ വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ബൈ ബൈ.